Hi, friends. Shall we walk through God's Word to study, to connect to God's Word, so that we could reflect in our living and in our life, so we will be able to glorify God all through our life. കർത്താവിന് സ്തോത്രം. അടൂരിലെ ഓർത്തഡോക്സ് സഭയുടെ വൈദികനായ റിഞ്ചു കോശി അവറുകൾ ചോദിച്ച 25 ചോദ്യങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും സാമാന്യ യുക്തിയുടെ വെളിച്ചത്തിലും മറുപടി നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ ദർശിക്കുന്ന കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും ദൈവ ആത്മാവിന് പരിജ്ഞാനമുണ്ടാകുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിപ്പാൻ തക്കവണ്ണം ഈ വീഡിയോ ഇടയാകും എങ്കിൽ എൻ്റെ പ്രയത്നം ക്രിസ്തുവിൽ വൃഥാവല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: യേശു ക്രിസ്തുവിന് സ്നാനം ആവശ്യമായിരുന്നോ? യേശുവിന് സ്നാനം ആവശ്യമായിരുന്നു. കാരണം യേശു ജഡത്തിൽ വന്നവനാണ്. ജഡത്തിൽ വന്നവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ മനുഷ്യ സ്വഭാവം എടുത്തവനാണ്. മനുഷ്യനായി മനുഷ്യവർഗത്തിൽ പ്രത്യക്ഷപ്പെട്ടവനാണ്. മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു ദൈവം കൽപ്പിച്ച സകല കൽപ്പനകളും ആലോചനകളും അനുസരിക്കണമായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്, യോഹന്നാൻ സ്നാപകൻ കൊടുത്ത സ്നാനം ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യത്തിലും വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ അത് അനുസരിക്കണമായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയാകൊണ്ട് കർത്താവ് സ്നാനം അനുസരിക്കണമായിരുന്നു. ദൈവത്തിൻ്റെ ആലോചന സകലതും അനുസരിക്കുക നിമിത്തമാണ് അവൻ ദൈവത്തിൻ്റെ നീതി നിവർത്തിച്ചതും ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവരുടെ നീതീകരണത്തിന് കാരണമായി തീർന്നത്. കർത്താവിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആലോചന നിരസിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. അദ്ദേഹം ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം, യേശു എന്തുകൊണ്ട് യോർദാനിൽ വന്നു സ്നാനമേറ്റു? യോർദാൻ നദിയിലായിരുന്നു ദൈവത്താൽ അയക്കപ്പെട്ട സ്നാപക യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് യേശു അവിടെ പോയി യോഹന്നാനാൽ ജോർദാൻ നദിയിൽ സ്നാനം ഏറ്റുവെന്നേ ഉള്ളൂ. സ്നാനം ദൈവത്തിൻ്റെ ആലോചനയായതുകൊണ്ട് യേശു ക്രിസ്തുവിന് സ്നാനപ്പെടുവാനുള്ള ദൈവസമയം ആയപ്പോൾ അവൻ യോഹന്നാൻ സ്നാപകൻ സ്നാനം കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് പോയി അവൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. ഒരുപക്ഷെ യോഹന്നാൻ മറ്റൊരു സ്ഥലത്താണ് ആ സമയത്ത് സ്നാനം കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു അവിടെ പോയി സ്നാനമേൽക്കുമായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദി തിരഞ്ഞെടുത്തത് മാനസാന്തരപ്പെടുന്നവരെ സ്നാനപ്പെടുത്തുവാൻ എന്ന് ചോദിച്ചാൽ, സ്നാനപ്പെടുത്തുവാൻ യോർദാൻ നദിയിൽ ഒരാളെ മുക്കി സ്നാനപ്പെടുത്തുവാൻ യോർദാൻ നദിയിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് യോഹന്നാൻ യോർദാൻ നദി സ്നാനത്തിനായി തിരഞ്ഞെടുത്തത്. യോഹന്നാൻ അവിടെ സ്നാനം നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു അവിടെ യോർദാൻ നദിയിൽ അവൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാനായി പോയത്. അടുത്ത ചോദ്യം, എങ്ങനെയാണ് സ്നാനത്തെക്കുറിച്ച് യോഹന്നാന് അറിവ് കിട്ടിയത്? മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് സ്നാനത്തെക്കുറിച്ച്
യോഹന്നാൻ അറിവ് കിട്ടിയത്. യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ശുദ്ധീകരണ കഴുകൽ സ്നാനത്തിൻ്റെ തുടർച്ചയാണ് ക്രിസ്തീയ സ്നാനമെന്ന് വരുത്തി തീർക്കുവാനുള്ള വൈദികന്റെ തന്ത്രമാണ് ഈ ചോദ്യത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത്. യോഹന്നാൻ പ്രസംഗിച്ചതും കൊടുത്തതുമായ മാനസാന്തര സ്നാനം യഹൂദന്മാർ ആചരിച്ചിരുന്ന ശുദ്ധീകരണ കഴുകലോ സ്നാനമോ യഹൂദ മതാനുസാരികൾക്ക് അവർ കൊടുത്ത സ്നാനമോ ആയിരുന്നില്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. മാനസാന്തരപ്പെട്ടവരെയാണ് യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചത്, അല്ലാതെ അവരുടെ ജഡത്തിൻ്റെ ശുദ്ധീകരണത്തിനുള്ള കേവലം കഴുകൽ ആയിരുന്നില്ല യോഹന്നാൻ നൽകിയ മാനസാന്തര സ്നാനം. യഹൂദന്മാരുടെ ഇടയിൽ വിവിധ സാഹചര്യങ്ങളിൽ ശുദ്ധീകരണത്തിനായി ഒരാളെ മുഴുവൻ വെള്ളത്തിൽ മുക്കുന്നതും കൈയും കാലും കഴുകുന്നതും കൈ മാത്രം കഴുകുന്നതുമായ ആചാരം നിലനിന്നിരുന്നു. ജാതികളിൽ നിന്നും യഹൂദ മതം സ്വീകരിക്കുന്നവരെ അവർ വെള്ളത്തിൽ മുക്കിയാണ് യഹൂദ മതാനുസാരികളാക്കിയിരുന്നത്. അതുപോലെ തന്നെ യഹൂദ മലനാടുകളിൽ പാർത്തിരുന്ന ഐസേനസ് എന്നറിയപ്പെടുന്ന യഹൂദന്മാരുടെ ഒരു സംഘം ദിനം പ്രതി അവരുടെ ശുദ്ധീകരണത്തിനായി തങ്ങളെ തന്നെ കഴുകിയിരുന്നു. എന്നാൽ ഇതുമായി യോഹന്നാൻ കൊടുത്ത മാനസാന്തരത്തിന് യാതൊരു ബന്ധവുമില്ല, അടിസ്ഥാനവുമില്ല. മാനസാന്തരത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു എന്നാണ്. അതുകൊണ്ട് യോഹന്നാനെ ദൈവം മാനസാന്തരം പ്രസംഗിക്കുവാനും സ്നാനപ്പെടുത്തുവാനും അയച്ചപ്പോൾ യോഹന്നാന് ദൈവം അതിൻ്റെ വിവരങ്ങളും ആലോചനയും നൽകിയിരുന്നു എന്ന് വ്യക്തമാണ്. പഴയ നിയമ കാലത്ത് യഹോവയുടെ പ്രവാചകന്മാരെ ദൈവം ഒരാളോട് സന്ദേശം അറിയിക്കുവാൻ അയച്ചപ്പോൾ അവർക്ക് ആ വ്യക്തിയെ അറിയിക്കുവാനുള്ള സന്ദേശം കൊടുത്താണ് ദൈവം അയച്ചിരുന്നത്. അതുപോലെ വിവിധ നിലയിലുള്ള യഹൂദ സ്നാനങ്ങളെക്കുറിച്ച് യോഹന്നാൻ അറിവുണ്ടായിരുന്നെങ്കിൽ പോലും യോഹന്നാൻ പ്രസംഗിച്ചതും താൻ കൊടുത്തതുമായ സ്നാനം മാനസാന്തര സ്നാനമാണ്. മാനസാന്തരപ്പെട്ടവരെയാണ് യോഹന്നാൻ സ്നാനപ്പെടുത്തിയത്. ആ സ്നാനത്തിന് യഹൂദന്മാരുടെ കഴുകൽ ശുദ്ധീകരണ കഴുകലുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ അറിവ് ഈ സ്നാനത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത് ദൈവിക വെളിപ്പാടിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അടുത്ത ചോദ്യം വൈദികൻ ചോദിക്കുന്നത്, യോഹന്നാൻ യോർദാൻ നദിയിൽ വെച്ച് മാത്രമാണോ സ്നാനം കഴിപ്പിച്ചത്, അതോ വേറെ എവിടെയെങ്കിലും വെച്ച് സ്നാനം കഴിപ്പിച്ചുവോ? ഇവിടെ പരാമർശിക്കുന്ന യോർദാൻ നദി ആധുനിക യോർദാൻ എന്ന രാഷ്ട്രമല്ല, നേരെ മറിച്ച് ജോർദാൻ നദിയാണ്. യോഹന്നാൻ ജോർദാൻ നദിയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് സ്നാനം കൊടുത്തുകൊണ്ടിരുന്നു. കാരണം യോഹന്നാൻ സ്നാപകൻ ജോർദാൻ അക്കരെയുള്ള നാട്ടിലൊക്കെയും യഹൂദ മലനാട്ടിലും മാനസാന്തര സ്നാനം പ്രസംഗിച്ചു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കും. അവൻ സുവിശേഷം പ്രസംഗിച്ച മാനസാന്തര സ്നാനം പ്രസംഗിച്ച സ്ഥലങ്ങളിൽ നിന്നും വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടവരെയാണ് യോഹന്നാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അതത് സ്ഥലങ്ങളിൽ നിന്ന് യോഹന്നാന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു വന്നവരെയാണ് യോഹന്നാൻ അതത് സൗകര്യാർത്ഥം അതത് സ്ഥലങ്ങളിൽ വെച്ച് സ്നാനം കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമേ സ്നാനം കൊടുക്കുവാൻ പാടുള്ളൂ എന്ന് ഒരു കൽപ്പനയില്ലാത്തതിനാൽ അനുയോജ്യമായ ഏത് സ്ഥലത്തും വിശ്വസിക്കുന്ന ഒരാളെ സ്നാനപ്പെടുത്തുവാൻ കഴിയും. യേശുക്രിസ്തു യെരുശലേമിനടുത്ത് യേശുക്രിസ്തുവിൻ ശിഷ്യന്മാരും താൻ സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ശാലേമിനരികിൽ ഏനോനിൽ സ്നാനം കൊടുത്തുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ വിവിധ യോർദാൻ നദിയുടെ
വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ വെച്ച് സ്നാനം കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അഞ്ചാമത്തെ ചോദ്യമാണ്, അന്നൊരു ദിവസം മാത്രം ആയിരുന്നു യോഹന്നാൻ സ്നാനം നടത്തിയത്, അതോ വേറെ ഏതെങ്കിലും ദിവസം നടത്തിയിരുന്നോ? യോഹന്നാൻ താൻ തടവിലാക്കപ്പെടുന്നതുവരെ ജോർദാൻ നദിയുടെ വിവിധ ഇടങ്ങളിൽ സ്നാനം നടത്തിക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. യേശു ശിഷ്യന്മാരുമായി യഹൂദാദേശത്ത് സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ശാലേമിനരികിൽ ഏതോനിൽ സ്നാനം കൊടുത്തുകൊണ്ടിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ വായിക്കാം. യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തിയത് യോർദാൻ അക്കരെയുള്ള ബഥാന്യയിലായിരുന്നു. യെരിഹോവിനടുത്തുള്ള യോർദാന്റെ കിഴക്കേ തീരത്തുള്ളതാണ് ഈ ബഥാന്യ. അവിടെ അതിനെ ചില പരിഭാഷകളിൽ ബേത്ബറേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. ഈ ബഥാന്യ എന്ന് പറയുന്ന സ്ഥലം യെരുശലേമിന് അടുത്തുള്ള ലാസറും മാർത്തയും മറിയയും പാർത്തിരുന്ന ഗ്രാമമല്ല, മറിച്ച് യോർദാൻ അക്കരെയുള്ള ഒരു ദേശമായിരുന്നു. അവിടെയാണ് യേശു ക്രിസ്തു സ്നാനമേറ്റത്. അതുപോലെ തന്നെ യോഹന്നാൻ ഏനോനിൽ സ്നാനം കൊടുത്തതായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ യോഹന്നാൻ ഒരു ദിവസമല്ല, തന്നെ ദൈവം ശുശ്രൂഷയ്ക്കായി അയച്ച ദിവസം മുതൽ, തൻ്റെ പ്രസംഗം കേട്ട് സ്നാനപ്പെടുവാൻ ആളുകൾ വന്നു തുടങ്ങിയ നാൾ മുതൽ, താൻ ജയിലിലാക്കപ്പെടുന്ന കാലം വരെയും സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് ഗ്രഹിക്കുവാൻ കഴിയും. അടുത്ത ചോദ്യം, യേശുവിന് സ്നാനം കൊടുക്കുവാനുള്ള എന്ത് യോഗ്യതയാണ് യോഹന്നാനുള്ളത്? യോഹന്നാനെ ദൈവം അയച്ചുവെന്നതാണ് യേശുവിനെ സ്നാനപ്പെടുത്തുവാനുള്ള യോഹന്നാന്റെ യോഗ്യത. സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ടവന് മറ്റൊരാൾക്ക് സ്നാനം കൊടുക്കുന്നതിൽ നിന്ന് കൊടുക്കുവാൻ കഴിയും. അതിൽ കൂടുതൽ യോഗ്യതയൊന്നും ഒരാൾക്ക് സ്നാനം കൊടുക്കുവാൻ ആവശ്യമില്ല. യേശുവിന് സ്നാനം ആവശ്യമായി വന്നതിൻ്റെ കാരണം തന്നെ അവൻ മനുഷ്യവേഷത്തിൽ വന്ന ദൈവം ആയതിനാലാണ്. സാമുദായിക സഭകൾ അല്ലെങ്കിൽ വൈദികൻ പറയുന്ന പരമ്പരാഗത സഭകൾക്ക് ക്ലറിക്കലിസം എന്നൊരു ഉപദേശമുണ്ട്. ക്ലറിക്കലിസം എന്ന് പറയുമ്പോൾ സഭയുടെ ശുശ്രൂഷകളെല്ലാം പുരോഹിത വർഗത്തിൽ കേന്ദ്രീകരിച്ചാണ് നടത്തപ്പെടേണ്ടതെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ആ ഉപദേശം പഴയ നിയമ ഇസ്രായേലിലെ പൗരോഹിത്യ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവരുടെ ഈ ക്ലറിക്കലിസം എന്ന ഉപദേശം സ്ഥാപിക്കണമെങ്കിൽ യോഹന്നാൻ യേശുക്രിസ്തുവിന് സ്നാനം കൊടുക്കുവാനുള്ള കാരണം അല്ലെങ്കിൽ യോഹന്നാന്റെ യോഗ്യത അവന്റെ പൗരോഹിത്യ അധികാരത്തിൽ നിന്നാണെന്ന് വരുത്തിർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വൈദികൻ ഈ ചോദ്യം ചോദിച്ചത്. യോഹന്നാൻ ഒരു പുരോഹിത പുത്രനായി ജനിച്ചുവെങ്കിലും അവൻ ഒരിക്കലും പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുകയോ പുരോഹിത ശുശ്രൂഷ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് യോഹന്നാൻ യേശുവിന് കൊടുത്ത സ്നാനം തൻ്റെ പുരോഹിത പിന്തുടർച്ചയോ അതിൻ്റെ അധികാരം ഉപയോഗിച്ച് കൊടുത്തതല്ല. ദൈവം അയച്ച യോഹന്നാൻ തൻ്റെ അടുത്ത് സ്നാനപ്പെടുവാൻ വന്നവനെ സ്നാനപ്പെടുത്തി. അങ്ങനെയാണ് യേശുക്രിസ്തുവിനെ യോഹന്നാൻ സ്നാനപ്പെടുത്തിയത്. യോഹന്നാന്റെ സ്നാനത്താൽ യേശുക്രിസ്തുവിന് ലേവ്യ പൗരോഹിത്യം ലഭിച്ചില്ല. യേശുക്രിസ്തു യഹൂദനായിട്ടാണ് ജഡത്തിൽ വെളിപ്പെട്ടത്. എന്നാൽ യോഹന്നാൻ ലേവ്യനുമായിരുന്നു. അതുകൊണ്ട് ഈ യോഹന്നാന് യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുവാനുള്ള അധികാരം ദൈവം അയച്ച വ്യക്തി എന്ന നിലയിലാണ് അവൻ വിനിയോഗിച്ചത്. അല്ലാതെ യഹൂദ പൗരോഹിത്യ, ഇസ്രായേൽ പൗരോഹിത്യ, ലേവ്യ പൗരോഹിത്യ പിന്തുടർച്ചയോ ലേവ്യ പൗരോഹിത്യ അധികാരമോ ഉപയോഗിച്ചല്ല അവൻ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, യോഹന്നാൻ ആരിൽ നിന്നുമാണ് സ്നാനം ഏറ്റത്? ഈ ചോദ്യം ചോദിക്കുവാനുള്ള കാരണം സ്നാനപ്പെടാത്ത യോഹന്നാന്
സ്നാനം കൊടുക്കുവാൻ യോഗ്യതയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അല്ലെന്ന് വ്യക്തമാണ്. സ്നാനം കൊടുക്കണമെങ്കിൽ യോഹന്നാൻ സ്നാനപ്പെട്ടിരിക്കണം എന്നൊരു നിർബന്ധമില്ലാത്തതിനാൽ ആ ചോദ്യം വൈദികൻ ചോദിക്കുമെന്ന് കരുതുന്നില്ല. യോഹന്നാൻ ആരിൽ നിന്നും സ്നാനം ഏറ്റിരുന്നില്ല. സ്നാനം ഏൽക്കാതെ തന്നെ യോഹന്നാന് മറ്റൊരാൾക്ക് സ്നാനം കൊടുക്കുവാൻ കഴിയുമായിരുന്നു. അതിൻ്റെ കാരണം ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീനെന്ന് പ്രസംഗിക്കുവാനും മാനസാന്തരപ്പെടുന്നവരെ സ്നാനപ്പെടുത്തുവാനുമാണ് യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായി ദൈവം യോഹന്നാനെ അയച്ചത്. ഒരുപക്ഷെ വൈദികൻ ആരാണ് യോഹന്നാനെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത്, എവിടെ നിന്നാണ് യോഹന്നാന് പ്രസംഗത്തിനുള്ള വിഷയം ലഭിച്ചതെന്ന് വികാരി ചോദിക്കാതിരുന്നത് ആശ്ചര്യമായി തോന്നുന്നു. ഒരു ഉദാഹരണം കൂടെ ചൂണ്ടിക്കാണിച്ച് ഞാൻ ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ വ്യക്തമായി തെളിയിക്കാം. മോശ, ദൈവത്തിൻ്റെ ദാസനായ മോശ അവൻ്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും പുരോഹിത വേലയ്ക്കായി അഭിഷേകം ചെയ്തു വേർതിരിച്ചു. മോശ അഹരോനെയും അവൻ്റെ പുത്രനെയും അഭിഷേകം ചെയ്യുന്നതിന് മുൻപ് മോശയെ ആരും അഭിഷേകം ചെയ്തതായി വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മോശ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും പുരോഹിതന്മാരായി അഭിഷേകം ചെയ്ത് വേർതിരിക്കുവാനുള്ള കാരണം ദൈവം മോശയോട് കൽപ്പിച്ചത് കൊണ്ടാണ്. ദൈവം മോശയോട് കൽപ്പിച്ച കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് മോശ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും അഭിഷേകം ചെയ്തത്. അതുപോലെ ദൈവത്തിൻ്റെ ദാസനായ പൗലുസ് തൻ്റെ അപ്പോസ്തോലത്വത്തെക്കുറിച്ച് ചോദ്യമുണ്ടായപ്പോൾ അപ്പോസ്തോലനായ പൗലുസ് പറയുന്നത് താൻ മനുഷ്യരിൽ നിന്നല്ല അപ്പോസ്തോലത്വം പ്രാപിച്ചത് എന്ന് പറയുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 11 അപ്പോസ്തലൻ 12 പേരിൽ യൂദസ് അവനെ തള്ളിപ്പറഞ്ഞു പിന്മാറിപ്പോയി. മറ്റ് 11 പേർ ചേർന്ന് യേശുക്രിസ്തുവിനെ അപ്പോസ്തലനായ പൗലുസിനെ തന്റെ അപ്പോസ്തോലിക ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുത്തതല്ല, മറിച്ച് ഉയർക്കപ്പെട്ടവനായ ക്രിസ്തുവാണ് അവനെ അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചതെന്നാണ്. ഇതുപോലെ ഇനി ഒരാൾ ചോദിക്കുകയാണ്, പഴയ നിയമത്തിൽ ഒരാൾ ചോദിക്കുകയാണ്, ദൈവത്തിന്റെ ആലോചന വഹിച്ചുകൊണ്ടുവന്ന പ്രവാചകനോട് നീ പ്രവാചകനാണെന്ന് പ്രവചിച്ച പ്രവാചകൻ ആരാണെന്ന് ചോദിക്കുന്നുവെങ്കിൽ, അതുപോലെ ദൈവത്തിന്റെ ദാസനായ പൗലുസ് തന്റെ അപ്പോസ്തലത്വം തെളിയിക്കുവാൻ വേണ്ടി പറയുന്നൊരു വസ്തുതയുണ്ട്. അവന്റെ അപ്പോസ്തലത്വം മനുഷ്യരാൽ നിയമിക്കപ്പെട്ടതല്ല. അപ്പോസ്തലനായ പൗലുസിനെ അപ്പോസ്തലനായി വേർതിരിച്ചത് ഉയർക്കപ്പെട്ട ക്രിസ്തുവാണ്. യെരുശലേമിൽ കർത്താവ് യേശുക്രിസ്തുവിനോട് യാത്ര ചെയ്ത അപ്പോസ്തലന്മാരല്ല അവനെ കൈവച്ച് വേർതിരിച്ചത്. ക്രിസ്തു യേശു അവനെ അപ്പോസ്തലനായി വേർതിരിക്കുകയാണ് ചെയ്തത്. അതുപോലെയാണ് ദൈവത്തിന്റെ ദാസനായ യോഹന്നാനെയും. ദൈവം യോഹന്നാനെ സ്നാനം കഴിപ്പിപ്പാനും ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീനെന്ന് പ്രസംഗിപ്പാനും അവരുടെ ഇടയിലേക്ക് അയച്ചു. അങ്ങനെയാണ് അവൻ സ്നാനം കഴിപ്പിക്കുവാൻ തുടങ്ങിയത്. അതുകൊണ്ട് യോഹന്നാൻ സ്നാനമേറ്റെങ്കിൽ മാത്രമേ സ്നാനം കഴിപ്പിക്കുവാൻ കഴിയൂ എന്ന വാദം പ്രസക്തമല്ല. കാരണം മറ്റ് അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്താൽ അയക്കപ്പെട്ടവർക്ക് ആ ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള ധാർമ്മികമായ അധികാരം ദൈവം നൽകിയിട്ടുണ്ട് എന്നാണ്. ഇനി ഒരു പ്രവാചകനെ അയച്ചാൽ ആ പ്രവാചകനോട് ആരും ചോദിക്കുകയില്ല, നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് പ്രവചിച്ച പ്രവാചകൻ ആരാണ്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നാം ഓരോ പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് പോയി അവസാനം ദൈവത്തിൽ തന്നെ എത്തും. അവിടേക്കും ദൈവത്തിൽ നിന്നാണ് അധികാരം ലഭിച്ചത് എന്ന് നാം പറയേണ്ടി വരും. അങ്ങനെ ഒരു ചോദ്യം ആണ് വൈദികൻ ചോദിച്ചത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. യോഹന്നാൻ ആരിൽ നിന്നും സ്നാനം ഏറ്റതായി വചനം പഠിപ്പിക്കുന്നില്ല. ദൈവം അവനെ അയച്ചതുകൊണ്ട് യോഹന്നാൻ സ്നാനപ്പെടുത്തി. അടുത്ത ചോദ്യം, യോഹന്നാൻ ആരെയെങ്കിലും വെള്ളത്തിൽ മുക്കിയതായി പറയുന്നുണ്ടോ? യോഹന്നാൻ ആരെയെങ്കിലും വെള്ളത്തിൽ മുക്കി എന്ന ചോദ്യം ഇവിടെ ഉദിക്കുന്നില്ല.
അതിൻ്റെ കാരണം സ്നാനം എന്ന വാക്ക് തന്നെ അത് വ്യക്തമായി അന്വർത്ഥമാക്കുന്നുണ്ട്. സ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ ഒരു ദ്രാവകത്തിൽ മുക്കുകയോ നിമഞ്ജനം ചെയ്യുകയോ എന്നാണ്. തളിക്കുക, കഴുകുക, കുളിക്കുക, വെള്ളത്താൽ ശരീരശുദ്ധി വരുത്തുക എന്നീ വിവിധ ആശയങ്ങൾ വെളിപ്പെടുത്തുവാൻ യവന ഭാഷയിൽ വേറെ പദങ്ങളുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആ പദങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് സ്നാനമെന്ന പദം വെളിപ്പെടുത്തുന്ന ആശയം കുളിയും തളിക്കലുമല്ല, വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങലാണ്. വെള്ളത്തിൽ മുക്കിയാണ് സ്നാനം കൊടുത്തത് കൊണ്ടാണ് ഒരാളുടെ കയ്യാൽ സ്നാനമേറ്റു പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. പരമ്പരാഗത സഭകളെന്ന് വൈദികൻ പറയുന്ന സഭകളുടെ തളിപ്പ് സ്നാനം സ്ഥാപിക്കുവാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം ഈ ചോദ്യത്തിൻ്റെ പിറകിലുണ്ട്. ഞാനൊരു വാക്യം ഇവിടെ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കത്തോലിക്ക പുരോഹിതനായിരുന്ന ഒരു വ്യക്തി സുറിയാനി പിഷിത്വയിൽ നിന്നും കന്നീമുസാമാണിക്കത്തനാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഈശോ മാമോദീസ സ്വീകരിച്ച ഉടനെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി. അപ്പൊ ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങി എങ്കിൽ അതിൻ്റെ അർത്ഥം ഈശോ മാമോദീസ സ്വീകരിക്കുവാൻ വെള്ളത്തിൽ മുങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പരമ്പരാഗത സഭകളുടെ പരിഭാഷയിൽ തന്നെ യേശുക്രിസ്തു വെള്ളത്തിൽ മുങ്ങിയാണ് സ്നാനപ്പെടുത്തിയത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റ് അനേക സാമുദായിക സഭാ പണ്ഡിതന്മാരുടെ ലേഖനങ്ങളിൽ, പുസ്തകങ്ങളിൽ സ്നാനത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഞാനിവിടെ ഉദ്ധരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ചോദ്യം: സർപ്പസന്തതികളെ എന്ന വിളി കേട്ടാണോ യേശു തമ്പുരാൻ സ്നാനത്തിന് വന്നത്? അല്ല, യേശു സർപ്പസന്തതി ആയിരുന്നില്ല. സർപ്പസന്തതികൾ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ മക്കൾ എന്നാണ് അർത്ഥമാക്കുന്നത്. പാപം ചെയ്യുന്നവനാണ് പിശാചിന്റെ സന്തതികൾ. പാപികളെയാണ് സർപ്പസന്തതികളെന്ന് യോഹന്നാൻ വിളിച്ചത്. മാനസാന്തരപ്പെടുന്നത് വരെ അവർ പാപികളായിട്ടാണ് യോഹന്നാൻ കണ്ടത്. അവർ യോഹന്നാന്റെ അടുത്ത് വന്ന് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാണ് സ്നാനപ്പെട്ടത്. അതുകൊണ്ടാണ് അതിന് മാനസാന്തര സ്നാനമെന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ വിഷയം രേഖപ്പെടുത്തുമ്പോൾ മത്തായി ഇങ്ങനെയാണ് പറയുന്നത്: തൻ്റെ അടുക്കൽ വരുന്ന സദൂക്യരെയും പരീശന്മാരെയും കണ്ടിട്ടാണ് കർത്താവ് സർപ്പസന്തതികളെ എന്ന് വിളിച്ചത്. അതുകൊണ്ട് കർത്താവ് ഈ സർപ്പസന്തതികളെ എന്ന് വിളിക്കുന്ന, സംബോധന ചെയ്യുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ല. അവൻ സർപ്പസന്തതി അല്ല, അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. അതുകൊണ്ട് അവൻ ഈ ഗണത്തിൽപ്പെട്ട ആ പ്രസ്താവന കേട്ടുകൊണ്ടല്ല സ്നാനപ്പെടുവാനായി വന്നത്. അടുത്ത ചോദ്യം: വരുവാനുള്ള കോപത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിനാണോ യേശു സ്നാനം ഏറ്റത്? അല്ല, യേശു സ്നാനപ്പെട്ടത് സർവനീതിയും നിവർത്തിയാകേണ്ടതിന് വേണ്ടിയാണ്. അല്ലാതെ വരുവാനുള്ള കോപത്തിൽ നിന്നും രക്ഷപ്പെടേണ്ടതിന് വേണ്ടിയല്ല. വരുവാനുള്ള കോപം എന്ന് പറയുന്നത് പാപികളായ മനുഷ്യരുടെ മേൽ വരുവാനുള്ള ദൈവിക ന്യായവിധിയെയാണ് കാണിക്കുന്നത്. ദൈവകോപം ദൈവം ചൊരിയുന്നത് ദൈവത്തിൽ വിശ്വസിക്കാത്തവരുടെ മേലാണ്. വരുവാനുള്ള കോപം സുവിശേഷത്തിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയാതെ തങ്ങളുടെ പാപവഴികളിൽ നടക്കുന്നവർക്കാണ് വരുവാനുള്ള കോപം ഉള്ളത്. യോഹന്നാൻ പ്രസംഗിച്ചപ്പോൾ അവൻ്റെ പ്രസംഗം കേട്ട് അവൻ്റെ അടുക്കൽ വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ടവരും അവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരുന്നു.
അതുകൊണ്ട് വരുവാനുള്ള കോപത്തിൽ അവർ അകപ്പെടില്ല. ക്രിസ്തുയേശു വരുവാനുള്ള കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനല്ല സ്നാനപ്പെട്ടത്, മറിച്ച് ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുവാനാണ്. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം. സ്നാനം ഏൽക്കുന്നതിൽ നിന്നും യോഹന്നാൻ യേശുവിനെ തടയാനുള്ള കാരണം എന്താണ്? യോഹന്നാനെ കുറിച്ച് യേശുവിൻ്റെ മുന്നോടി എന്നാണ് പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ യേശുവിന് വഴിയൊരുക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. യേശുവിന് വഴിയൊരുക്കുവാൻ വന്നവനാണ്. യോഹന്നാൻ തന്നെക്കുറിച്ച് പറയുന്നത് നാം ഒന്ന് ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവൻ എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഗ്രഹിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യോഹന്നാൻ ഇങ്ങനെയാണ് പറയുന്നത്: യേശുക്രിസ്തുവിൻ്റെ ചെരുപ്പിൻ്റെ മാർ അഴിപ്പാൻ അവൻ യോഗ്യനല്ല എന്ന്. അതുപോലെ അവൻ എന്നിലും ബലമേറിയവൻ, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്നാണ് യോഹന്നാൻ പറയുന്നത്. ആർക്ക് വേണ്ടി യോഹന്നാൻ വഴിയൊരുക്കുവാൻ വന്നു? അവൻ തന്നെ ഒരു ദിവസം തൻ്റെ മുമ്പിൽ വന്ന് സ്നാനപ്പെടണമെന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അങ്ങനെ യോഹന്നാൻ യേശുക്രിസ്തുവിനോട് പ്രതികരിക്കുന്നത് അവൻ തന്നെ സ്നാനപ്പെടുത്തണമെന്ന്, യോഹന്നാൻ തന്നെ സ്നാനപ്പെടുത്തണമെന്ന് ക്രിസ്തു ആവശ്യപ്പെടുമ്പോൾ യോഹന്നാൻ യേശുക്രിസ്തുവിനോട് പ്രതികരിക്കുന്നതാണ് ഈ കാര്യം. യേശുക്രിസ്തു കൊടുത്ത മറുപടിയുടെ അടിസ്ഥാനത്തിൽ യോഹന്നാന് കാര്യം മനസ്സിലാകുകയും യോഹന്നാൻ അവനെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. അടുത്ത ചോദ്യം, യേശു മറ്റുള്ളവരെ പോലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാണോ സ്നാനം ഏറ്റത്? അല്ല. യേശു പാപം കൂടാതെ ആത്മാവിനാൽ ജനിച്ചവനാണ്. അവൻ ഭൂമിയിൽ പാപം കൂടാതെ ജീവിക്കുകയും ചെയ്തു. അവൻ പാപം അറിയാത്തവനായിരുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാപത്തെക്കുറിച്ച് അവനെ ബോധ്യം വരുത്തുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ശിശുസ്നാനം സ്ഥാപിക്കുവാനുള്ള വ്യഗ്രത ഈ ചോദ്യത്തിൽ വൈദികൻ മറച്ചു വച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അവർ സ്നാനം കൊടുക്കുമ്പോൾ അവർ പാപങ്ങളെ ഏറ്റുപറയുന്നില്ലല്ലോ. അത് വചനാനുസരണമാണെന്ന് പരോക്ഷമായി ചോദ്യത്തിൽ ഉൾപ്പെടുത്തി നിഷ്കളങ്കരായ മനുഷ്യരെ തെറ്റിച്ച് കളയുക എന്നതാണ് അച്ഛൻ ഈ ചോദ്യത്തിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. അടുത്ത 13ാമത്തെ ചോദ്യം, യേശു തന്നിൽ തന്നെയോ തൃത്വത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞാണോ സ്നാനമേറ്റത്? യേശുക്രിസ്തു സ്നാനമേറ്റത് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടും സ്നാനപ്പെടണമെന്നത് ദൈവത്തിൻ്റെ കൽപ്പനയായതുകൊണ്ടുമാണ്. യേശു തൻ്റെ ഐകിക ജീവിതം ഭൂമിയിൽ ജീവിച്ചത് ദൈവത്തിലുള്ള വിശ്വാസത്തിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലുമാണ്. യോഹന്നാൻ സ്നാനമേറ്റവർ ആരും അവിടെ പ്രത്യക്ഷത്തിൽ ദൈവവിശ്വാസം ഏറ്റുപറഞ്ഞല്ല സ്നാനം ഏറ്റത്. ദൈവത്തിലുള്ള വിശ്വാസം മൂലമാണ്. സ്നാനപ്പെടുമ്പോൾ ഒരാൾ അയാളുടെ വിശ്വാസം പ്രഖ്യാപിക്കണമെന്ന് വ്യവസ്ഥയില്ല. വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തുന്നത്. ഷണ്ടന്റെ ചരിത്രത്തിലും അങ്ങനെ തന്നെയാണ്. നീ വിശ്വസിക്കുന്നു എങ്കിൽ സ്നാനപ്പെടാം എന്നാണ് പീലിപ്പോസ് പറയുന്നത്. അപ്പൊ വിശ്വസിക്കുന്നവരെയാണ് എന്ത് ചെയ്യുന്നത്? സ്നാനപ്പെടുത്തുന്നത്. അപ്പൊ സ്നാനപ്പെടുവാൻ വരുമ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയണം എന്ന് പറയുന്നതിൽ യുക്തിയില്ല. സാധാരണ
സ്നാനം കൊടുക്കുമ്പോൾ ഒരു 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 പക്ഷേ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരിക്കാം സ്നാനാർത്ഥികൾ. സ്നാപകൻ സ്നാനാർത്ഥികളോട് അങ്ങനെ ചോദിക്കുന്നുണ്ടാകാം. മറിച്ച് വിശ്വസിക്കുന്നവർക്കാണ് ദൈവവചനത്തിൽ സ്നാനം കൊടുത്തിട്ടുള്ളത്. യേശുക്രിസ്തു ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു, അവൻ തന്റെ കൽപ്പനയും അനുസരിച്ചു. 14-ാമത്തെ ചോദ്യം. യോഹന്നാൻ യേശുവിൽ നിന്നും സ്നാനം ഏൽക്കണം എന്ന് പറയുന്നുണ്ട്. ആ സ്നാനം എപ്പോഴെങ്കിലും യോഹന്നാൻ യേശുവിൽ നിന്നും ഏറ്റോ? യോഹന്നാൻ യേശുവിൽ നിന്നും തനിക്കൊരു സ്നാനം ഏൽക്കുവാനുണ്ട് എന്ന ആശയത്തിലല്ല യോഹന്നാൻ ഇങ്ങനെ പറയുന്നത്. യോഹന്നാൻ യേശുവിനെ തൻ്റെ കയ്യാൽ സ്നാനപ്പെടുത്തുന്നതിൽ നിന്നും വിലക്കിയതിൻ്റെ കാരണം തന്നെയാണ് ഞാൻ മുകളിൽ സൂചിപ്പിച്ചു. യോഹന്നാനെ ഈ വിധത്തിൽ പ്രതികരിക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം. യോഹന്നാൻ താൻ ക്രിസ്തുവിലും എളിയവനാണെന്ന് ധരിച്ചിരുന്നതിൻ്റെ പ്രതികരണമാണ് ഈ പ്രസ്താവന. സാധാരണ വലിയവനിൽ നിന്നുമാണ് എളിയവർ സ്നാനമേൽക്കണമെന്നുള്ള സാമാന്യ ബോധം. അതനുസരിച്ച് അവൻ യേശുവിനെയല്ല, യേശു തന്നെയാണ് സ്നാനം കഴിപ്പിക്കേണ്ടത് എന്നാണ് യോഹന്നാൻ ഈ പറഞ്ഞതിലൂടെ അർത്ഥമാക്കിയത്, അവൻ ഉദ്ദേശിച്ചത്. അല്ലാതെ യോഹന്നാന് മറ്റൊരു സ്നാനം യേശുവിൽ നിന്ന് ലഭിക്കുവാനുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. ഇനിയും അങ്ങനെയല്ല. യോഹന്നാൻ യേശുക്രിസ്തു ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് യേശു നൽകുമെന്ന് യോഹന്നാൻ പറയുന്ന ആത്മസ്നാനത്തെ ഉദ്ദേശിച്ചാണ് യോഹന്നാൻ ഈ പ്രസ്താവന നടത്തിയതെങ്കിൽ യോഹന്നാൻ ആത്മസ്നാനം പ്രാപിച്ചില്ല. പെന്തക്കോസ്ത് ദിനം മുതലാണ് ആത്മസ്നാനം എന്ന അനുഭവം ദൈവസഭയ്ക്കുണ്ടായത്. അതുകൊണ്ട് യോഹന്നാൻ ആത്മസ്നാനം പ്രാപിച്ചിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 15-ാമത്തെ ചോദ്യം. ഇപ്പോൾ സമ്മതിക്ക എന്ന് യേശു യോഹന്നാനോട് പറയാൻ കാരണം എന്താ? ഇപ്പോൾ സമ്മതിക്ക എന്ന് യോഹന്നാനോട് പറയുവാനുള്ള കാരണം യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ വിലക്കിയത് കൊണ്ടാണ് യേശുക്രിസ്തു യോഹന്നാനോട് ഇപ്പോൾ സമ്മതിക്ക എന്ന് പറയുവാനിടയായത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: എന്നെ വിലക്കാതെ നീ എന്നെ സ്നാനപ്പെടുത്തുക, എന്നെ സ്നാനപ്പെടുവാൻ അനുവദിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. അതിന് നേരം ക്രിസ്തു അവന് കൊടുത്ത മറുപടിയുടെ വെളിച്ചത്തിൽ യോഹന്നാൻ അവനെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. അവനെ അനുവദിക്കുക എന്ന ആശയത്തിലാണ് ക്രിസ്തു യോഹന്നാനോട് ഈ വിവരം സംസാരിക്കുന്നത്. 16-ാമത്തെ ചോദ്യം. ജലസ്നാനത്തിൽ കൂടെ അഥവാ സ്നാനത്തിൽ കൂടെ യേശു തികച്ച നീതി എന്താണ്? യോഹന്നാന്റെ കയ്യാൽ യേശു സ്നാനപ്പെടുന്നതിൽ നിന്നും യോഹന്നാൻ വിലക്കാൻ ശ്രമിച്ചപ്പോൾ യേശു യോഹന്നാനോട് താൻ എന്തുകൊണ്ട് സ്നാനപ്പെടണമെന്ന് അവനെ അറിയിക്കുവാനാണ് ഈ വാചകം യേശു ഉരുവിട്ടത്. യേശു സ്നാനപ്പെടുന്നത് ദൈവനീതി നിവർത്തിപ്പാനാണെന്ന് അവൻ പറഞ്ഞു. എന്താണ് നീതി? നമ്മൾ പറയുകയാണെങ്കിൽ ബീയിങ് morally right with God, an act or behavior justifiable in the law. കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ
സമർത്ഥിക്കുവാൻ കഴിയുന്ന, ശരിയെന്ന് വിധിക്കുവാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയെയോ ഒരു സ്വഭാവത്തെയാണ് നീതി എന്ന് പറയുന്നത്. യേശു എങ്ങനെയാണ് സ്നാനത്തിൽ കൂടെ ദൈവനീതി നിവർത്തിച്ചതെന്ന് ചോദിച്ചാൽ, സ്നാനപ്പെടണമെന്നത് ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. അവൻ ആ കൽപ്പന അനുസരിക്കുക നിമിത്തം ദൈവവുമായി ദൈവസന്നദ്ധിയിൽ നീതിയുള്ളവനായി തീർന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതാണ് നീതി എന്ന് നമുക്കറിയാം. അതുപോലെ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നതും അവൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്നതുമാണ് പാപം. യേശുക്രിസ്തു മറ്റെല്ലാ ദൈവകൽപ്പനകളും അനുസരിച്ചതുപോലെ സ്നാനത്തോടുള്ള ബന്ധത്തിലുള്ള ദൈവകൽപ്പനയും അനുസരിക്കുന്ന നിമിത്തം അവൻ ദൈവത്തിൻ്റെ സർവ്വനീതിയും നിവർത്തിക്കുകയും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയും ചെയ്തു. യേശുക്രിസ്തു ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളുടെ അനുസരണത്താലാണ്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ നീതി അവൻ തികച്ചത്. ഇനിയും യേശു ദൈവകൽപ്പനയായ സ്നാനം ഏറ്റില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? യേശു സ്നാനം ഏറ്റില്ലായിരുന്നുവെങ്കിൽ അവൻ ദൈവത്തിൻ്റെ സർവ്വനീതിയും നിവർത്തിക്കുകയില്ലായിരുന്നു. മാത്രമല്ല, അത് ദൈവകൽപ്പനയുടെ ലംഘനവും ആകുമായിരുന്നു. അവൻ തൻ്റെ ഐഹിക ജീവിതകാലത്തിൽ ഏതെങ്കിലും ദൈവകൽപ്പന ലംഘിച്ചിരുന്നു എങ്കിൽ അവൻ ദൈവത്തിൻ്റെ സർവ്വനീതിയും നിവർത്തിക്കില്ലായിരുന്നു. യേശു സർവ്വനീതിയും തികച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പും നീതീകരണവും അവനിലൂടെ സാധ്യമാകുകയില്ലായിരുന്നു. ദൈവകൽപ്പനകൾ അനുസരിക്കാതിരിക്കുന്നത് അനീതിയാണ്. കർത്താവായ യേശുക്രിസ്തു സർവ്വനീതിയും നിവർത്തിച്ചതിനാൽ ദൈവം അവനിൽ വിശ്വസിക്കുന്നവരുടെ മേൽ യേശുക്രിസ്തുവിന്റെ നീതി കണക്കിട്ടാണ് നമ്മെ നീതിമാന്മാരായി ദൈവം കണക്കാക്കുന്നത്. നമ്മെ നീതിമാന്മാരായി ദൈവം യേശുക്രിസ്തുവിന്റെ നീതി ചുമത്തി നമ്മെ നീതിമാന്മാരായി കണക്കിടണമെങ്കിൽ യേശുക്രിസ്തു ദൈവനീതി നിവർത്തിക്കണം. അങ്ങനെയാണ് യേശുക്രിസ്തു സർവ്വനീതിയും നിവർത്തിച്ച് അവനിലൂടെ നമുക്ക് നീതീകരണത്തിന് കാരണമായി തീർന്നത്. അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം. സ്നാനം ഏറ്റപ്പോഴാണോ യേശുവിന് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്? അല്ല, യേശു ആത്മാവിനാൽ ജനിച്ചവനാണ്. അവൻ മനുഷ്യന്റെ ഇഷ്ടത്താൽ ജനിച്ചവനല്ല. അവന് ദൈവാത്മാവ് വസിച്ചിരുന്നു. ആത്മാവിൽ ജനിച്ച ക്രിസ്തു ആത്മാവിൽ ബലപ്പെടുകയും കൃപയിലും ജ്ഞാനത്തിലും വളരുകയും ചെയ്തു. ദൈവ ഇഷ്ടം ചെയ്യുവാൻ ദൈവം അവനെ ആത്മാവിൽ അഭിഷേകം ചെയ്തു. സ്നാനശേഷം ആത്മാവ് പ്രാവുരൂപത്തിൽ അവനിൽ വന്നിറങ്ങിയപ്പോൾ അവൻ ആത്മാവിൽ നിറഞ്ഞു. സ്നാനാനന്തരം യേശുക്രിസ്തു ആത്മാവിൽ നിറയുകയാണ് ഉണ്ടായത്. അങ്ങനെ ആത്മാവ് നിറഞ്ഞവനായി അവനെ ദൈവാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. ആത്മനിറവിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ പ്രാവന്ന രൂപത്തിൽ വന്നിറങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അല്ലാതെ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് അവൻ്റെ സ്നാന സമയത്തല്ല. അതുവരെയും അവനിൽ ആത്മാവുണ്ടായിരുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. വിശ്വാസികളും ദൈവത്തിൻ്റെ ആത്മാവുമായുള്ള ബന്ധത്തിലുള്ള ചില പ്രവർത്തികളിൽ ആത്മാവിൻ്റെ പ്രവർത്തി തുടർമാനമായി സംഭവിക്കുന്നതാണ്. അതാണ് ഇവിടെയും ക്രിസ്തുവിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് എന്ന് നാം അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം,
18-ാമത്തെ ചോദ്യമാണ്, യേശുവിന് മുൻപ് യോഹന്നാനിൽ നിന്നും സ്നാനമേറ്റവർ യേശുവിനെ കർത്താവെന്ന് പറഞ്ഞ് സ്വീകരിച്ചിരുന്നുവോ? യോഹന്നാനിൽ നിന്ന് സ്നാനമേറ്റവർ യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് പറഞ്ഞ് സ്വീകരിച്ചിരുന്നില്ല. യോഹന്നാൻ പ്രസംഗിച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവാനാണ്. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മനം തിരിഞ്ഞ് ദൈവത്തിങ്കലേക്ക് തിരിയുക എന്നാണ് അതിൻ്റെ അർത്ഥം. മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുക എന്ന് ഒരാൾ പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് പാപവഴികളെ വിട്ടുതിരിയുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ അവന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നു. പാപങ്ങളെ ഏറ്റുപറഞ്ഞവർ യോഹന്നാനാൽ ജോർദാൻ നദിയിൽ സ്നാനമേറ്റു. പഴയ നിയമവിശുദ്ധന്മാർ എല്ലാവരും ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചത് ദൈവത്തിലുള്ള വിശ്വാസ നിമിത്തമാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മോശയെക്കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനം എന്നെണ്ണി എന്ന്. മോശ മിസ്രയീം മിസ്രയീമിൽ നിന്ന് ഓടിപ്പോകുവാനുള്ള കാരണം ക്രിസ്തുവിന്റെ നിന്നയെ വലിയ ധനമായി കണ്ടതുകൊണ്ടാണ്. അതുപോലെ പഴയ നിയമ പ്രവാചകന്മാരിൽ ക്രിസ്തുവിന്റെ ആത്മാവ് വസിച്ചിരുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ക്രിസ്തുവിന്റെ പ്രവാചകന്മാരായിരുന്നു. വചനം പറയുന്ന അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കാണപ്പെട്ടു. അപ്പോൾ യോഹന്നാന്റെ അടുത്ത് സ്നാനപ്പെടുവാൻ വന്ന ആളുകൾ ദൈവത്തിൽ വിശ്വസിച്ച് യോഹന്നാൻ പറഞ്ഞ മാനസാന്തര സ്നാനം ഏൽക്കുവാൻ തയ്യാറായി. സ്നാനത്തിന് മുൻപ് അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. പരസ്യമായി അവിടെ ദൈവത്തിലുള്ള വിശ്വാസം അവർ യേശുക്രിസ്തുവിനെ കർത്താവെന്ന് പറഞ്ഞ് സ്വീകരിച്ചിരുന്നില്ല എന്ന് അറിയാം. അടുത്ത ചോദ്യം 19-ാമത്തെ ചോദ്യമാണ്, യോഹന്നാനിൽ നിന്നും സ്നാനമേറ്റവർക്കെല്ലാം സ്വർഗരാജ്യം കിട്ടുമോ? ഒന്നെത്തി 19-ാമത്തെ ചോദ്യം, യോഹന്നാനിൽ നിന്നും സ്നാനമേറ്റവർക്കെല്ലാം സ്വർഗരാജ്യം കിട്ടുമോ? ഇല്ല എന്ന് വ്യക്തമായി നമുക്ക് പറയുവാൻ കഴിയും. സ്നാനപ്പെട്ടവർക്കെല്ലാം സ്വർഗരാജ്യം കിട്ടുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. മാനസാന്തരപ്പെട്ടവർക്കാണ് സ്വർഗരാജ്യം എന്നാണ് യോഹന്നാനും യേശുക്രിസ്തുവും അവന്റെ അപ്പോസ്തലന്മാരും പ്രസംഗിച്ചത്. മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് അവർ സ്നാനപ്പെട്ടതെങ്കിൽ തീർച്ചയായും അവർക്ക് സ്വർഗരാജ്യം ലഭിക്കും. കാർമ്മിക മാർഗത്തിൽ രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല. യോഹന്നാൻ പ്രസംഗിച്ച വിഷയം തന്നെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? യഹൂദന്മാർ ധരിച്ചിരുന്നത് അബ്രഹാമിന്റെ മക്കളായി അവർ ജനിച്ചത് കൊണ്ട് സ്വർഗരാജ്യം അവർക്ക് ലഭിക്കുമെന്നാണ്. ദൈവം സ്വർഗരാജ്യം ആദ്യം വാഗ്ദാനം ചെയ്തത് അബ്രഹാമിനാണ്. അബ്രഹാമിന്റെ മക്കൾ, അവനിൽ നിന്ന് ജനിച്ച ആക്ഷരിക മക്കൾക്ക് സ്വർഗരാജ്യം ലഭിക്കുമെന്നാണ് യേശുക്രിസ്തുവിന്റെ കാലത്തുള്ള യഹൂദന്മാർ കരുതിയിരുന്നത്. എന്നാൽ യോഹന്നാൻ കടന്നു വന്നിട്ട് അതിന് വിരുദ്ധമായിട്ടാണ് പ്രസംഗിക്കുന്നത്. അവരോട് പറയുന്ന സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. മാനസാന്തരപ്പെടുന്നവർക്കാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യം ലഭിക്കണമെങ്കിൽ ഒരു മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുന്നവർക്കാണ് ദൈവം സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അല്ലാതെ സ്നാനപ്പെടുന്നവർക്കല്ല. മാനസാന്തരപ്പെട്ടവർ സ്നാനപ്പെടണം എന്ന ദൈവകൽപ്പനയാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. 20-ാമത്തെ ചോദ്യം,
യോഹന്നാനിൽ നിന്നും സ്നാനമേറ്റവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? ഈ ചോദ്യത്തിൽ കൂടെ വൈദികൻ അർത്ഥമാക്കുന്നത് അവർ ആത്മാവിൽ നിറഞ്ഞു എന്നാണെന്ന് കരുതുന്നു. എഫെസസ് പട്ടണത്തിൽ വെച്ച് അപ്പോസ്തലനായ പൗലോസ് ചില ശിഷ്യന്മാരെ കണ്ടു. അവരോട് പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന്. അവർ അതിന് കൊടുത്ത മറുപടി അല്പം വിചിത്രമായിരുന്നു. ഞങ്ങൾ ആത്മാവുണ്ടെന്ന് പോലും കേട്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരുടെ സ്നാനത്തെക്കുറിച്ച് പൗലോസ് അവരോട് ചോദിച്ചു. അവർ പറഞ്ഞത് യോഹന്നാന്റെ സ്നാനമാണ് അവർ ഏറ്റിരുന്നത് എന്ന്. പൗലോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് കൊടുത്തത്. പൗലോസ് അവരെ സ്നാനപ്പെടുത്തി അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ നിറയുകയും ചെയ്തു. അവർക്ക് അവിടെ വെച്ച് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൽ നിറയുകയായിരുന്നു. പരിശുദ്ധാത്മാവിനെ ലഭിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറമാണ് അർത്ഥമാക്കുന്നത്. വിശ്വസിച്ചപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് പൗലോസ് ചോദിക്കുമ്പോൾ അവൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്നു എന്നാണ്. ഇനിയും പഴയ നിയമ ചരിത്രത്തിൽ നിന്ന് യോഹന്നാന്റെ കയ്യാൽ സ്നാനപ്പെട്ടവരിൽ പരിശുദ്ധാത്മാവ് വസിച്ചിരുന്നു, അവരിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ദൈവത്തിന്റെ ദാസനായ മോശയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ദാസനായ ദാവീദിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ ദൈവത്തിൽ വിശ്വസിച്ച സകല ജനത്തിന്മേലും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്നാണ് നെഹമ്യാ പ്രവാചകൻ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. എന്നാൽ വിശ്വസിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരല്ല. പഴയ നിയമത്തിൽ ചില വ്യക്തികളെ ദൈവം പരിശുദ്ധാത്മാവിൽ നിറച്ചിരുന്നു. പ്രത്യേകമായ ദൈവീയ നിയോഗത്തിനായി ദൈവം ചിലരെ പരിശുദ്ധാത്മാവിൽ നിറച്ചിരുന്നു. എന്നാൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഈ പരിശുദ്ധാത്മാ നിറവ് എല്ലാ വിശ്വാസികൾക്കുമുണ്ട്. കാരണം അവരെല്ലാവരും ഏതെങ്കിലും ഒരു കൃപാവരത്തിന് ഉടമയാണ്. ആ കൃപാവരം ദൈവസഭയുടെ ആത്മീയ വർധനവിനായി പൊതു പ്രയോജനത്തിനായി ശുശ്രൂഷിക്കേണ്ടതുകൊണ്ട് എല്ലാ വിശ്വാസികൾക്കും ആത്മാവിന്റെ നിറവ് ദൈവം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. യോഹന്നാനിൽ സ്നാനമേറ്റ എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അവരിൽ പെന്തക്കോസ്ത് ദിനം വരെ ജീവിച്ചിരുന്ന ഭക്തന്മാരും ക്രിസ്തുവിനെ പിൻപറ്റിയവരുമായ ആളുകൾ പെന്തക്കോസ്ത് ദിനത്തിൽ ആത്മസ്നാനം പ്രാപിക്കുകയും ആത്മാവിൽ നിറയുകയും ചെയ്തു. അടുത്ത ചോദ്യം: യോഹന്നാനിൽ നിന്നും സ്നാനം ഏറ്റവരെല്ലാം യേശു ഉൾപ്പെടെ വീണ്ടും ജനിച്ചവരാണോ? യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വീണ്ടും ജനനം ആവശ്യമായിരുന്നില്ല. കാരണം യേശു ക്രിസ്തു ആത്മാവിൽ ജനിച്ചവനാണ്, ആത്മാവിനാൽ ജനിച്ചവനാണ്. അവനിൽ ആത്മമരണം എന്ന അനുഭവം ഉണ്ടായിരുന്നില്ല. അഥവാ അവൻ ആദമ്യ കുലത്തിൽ അല്ല പിറന്നത്. അതുകൊണ്ട് ആദമ്യ പാപത്തിന്റെ അനന്തരഫലമായി ആദമിന്റെ തലമുറകൾക്കുണ്ടായ ആത്മമരണം യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീണ്ടും ജനനം എന്ന് പറയുന്ന ആവശ്യകത അവനുണ്ടായിരുന്നില്ല. അവന്റെ ജീവൻ, യേശുക്രിസ്തുവിന്റെ ജീവൻ ആത്മാവിൽ ആദമിൽ നിന്ന് അവന് ലഭിച്ചതല്ല. പരിശുദ്ധ ആത്മാവാണ് അവന്റെ ജീവന്റെ ആധാരം. ഇനിയും യോഹന്നാനിൽ നിന്നും സ്നാനമേറ്റവർ വീണ്ടും ജനിച്ചവരാണോ? വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ ജനിക്കുക എന്നാണ്.
വചനത്താൽ ജനിക്കുക, ദൈവത്തിൽ നിന്ന് ജനിക്കുക, സുവിശേഷത്താൽ ജനിക്കുക എന്നൊക്കെയാണ് അർത്ഥം. യോഹന്നാന്റെ അടുത്ത് വന്ന ആളുകൾ ദൈവത്തിൽ വിശ്വസിച്ചാണ് അവർ വന്നതെങ്കിൽ അവർ വീണ്ടും ജനിച്ചു. വീണ്ടും ജനിച്ചത് കൊണ്ടാണ് അവർക്ക് മാനസാന്തരപ്പെടുവാൻ കഴിഞ്ഞത്. മാനസാന്തരപ്പെടുന്നതുകൊണ്ടാണ് അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവന്റെ മുമ്പിൽ അവനാൽ സ്നാനമേൽക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് യോഹന്നാനാൽ സ്നാനമേറ്റവരും വീണ്ടും ജനിച്ചവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും ജനിക്കുക എന്നാണ് അർത്ഥം. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് അവരും വീണ്ടും ജനിച്ചവരായിരുന്നു. 22ാമത്തെ ചോദ്യം, യോഹന്നാൻ ആരോടെങ്കിലും സ്നാനമേൽക്കുവാനായി പറഞ്ഞുവോ? യോഹന്നാൻ സകല മനുഷ്യരോടും സ്നാനമേൽക്കുവാനായി പറഞ്ഞു. അവൻ മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ വാക്യം. പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുക, പ്രസിദ്ധപ്പെടുത്തുക, വിളിച്ചു പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ ജനത്തോട് മാനസാന്തരപ്പെടുവാനും സ്നാനപ്പെടുവാനും ആഹ്വാനം ചെയ്ത് അവരോട് പ്രസംഗിച്ചു. പൊതുവിൽ സമൂഹം അറിയേണ്ടതിന് പ്രഖ്യാപിക്കപ്പെടുന്ന വിഷയങ്ങൾ ഓരോരോ വ്യക്തികളുമായി വീണ്ടും വ്യക്തിപരമായി അറിയിക്കേണ്ട ആവശ്യമില്ല. അത് യുക്തിക്ക് നിരക്കുന്നതല്ല. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാവരും എല്ലായിടവും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. മാനസാന്തരപ്പെടണം എല്ലാവരോടും ദൈവം കൽപ്പിക്കുന്നതാണ് മാനസാന്തരപ്പെടണമെന്ന്. അതുകൊണ്ട് ഓരോ വ്യക്തികളോടും ദൈവം വന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് കൽപ്പിക്കേണ്ട കാര്യമില്ല. യോഹന്നാൻ താൻ പ്രസംഗിച്ചപ്പോൾ പൊതുസമൂഹത്തോടാണ് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ത്യൻ പ്രസിഡന്റ് അടിയന്തരാവസ്ഥയിൽ ഒപ്പുവെച്ചാൽ രാജ്യത്തെ ഓരോ പൗരനോടും വന്ന് അദ്ദേഹം പറയില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന്. പൊതുവിൽ ഇന്ത്യൻ സമൂഹം അറിയേണ്ടതിന് അത് പ്രഖ്യാപിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ രാജ്യത്തെ പ്രജകൾ ആ കൽപ്പന, പ്രസിഡന്റിന്റെ ഉത്തരവ് അനുസരിക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്താൽ അയച്ച യോഹന്നാൻ മാനസാന്തരപ്പെടണമെന്നും സ്നാനപ്പെടണമെന്നും പൊതുവിൽ പ്രഖ്യാപിക്കുക നിമിത്തം അവരോട് അവൻ കൽപ്പിക്കുകയാണ് ദൈവാത്മാവിൽ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം, യേശു വെള്ളത്തിൽ നിൽക്കുമ്പോൾ ആണോ അതോ വെള്ളത്തിൽ നിന്നും കയറി വന്നപ്പോഴാണോ പരിശുദ്ധാത്മാവ് പ്രാപുരൂപത്തിൽ അവന്റെ മേൽ വന്നത്? ഒന്നിനോട് വാക്യം ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം ഇങ്ങനെ, യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. മാർക്കോസ് ഇങ്ങനെ എഴുതി, വെള്ളത്തിൽ നിന്നും കയറിയ ഉടനെ. ലൂക്കോസ് ഇങ്ങനെ എഴുതി, യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഈ 3 സുവിശേഷങ്ങളുടെയും എഴുത്തുകൾ നാം ചേർത്ത് പഠിച്ചാൽ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് പ്രാപ രൂപത്തിൽ എന്ന പോലെ അവന്റെ മേൽ വന്നിറങ്ങി. യേശുക്രിസ്തു വെള്ളത്തിൽ നിന്നുകൊണ്ടാണോ പ്രാർത്ഥിച്ചത്, വെള്ളത്തിൽ നിന്ന് കയറി കരയിൽ വെച്ചാണോ പ്രാർത്ഥിച്ചത് എന്നത് അവിടെ ഒരു പ്രസക്തമായ വിഷയമല്ല. കാരണം ആത്മാവ് അവന്റെ മേൽ വരുന്നതാണ് അവിടുത്തെ പ്രധാന വിഷയം. ഇനി ഞാൻ നേരത്തെ രേഖപ്പെടുത്തിയ സുറിയാനി പിഷിത്തയിൽ നിന്നും കന്നിമുസ മാണിക്കത്തനാർ എന്ന് പറയുന്ന വ്യക്തി പരിഭാഷപ്പെടുത്തിയ ഭാഗം മത്തായി സുവിശേഷം 3:16 ഞാനിവിടെ ഉദ്ധരിക്കാം. ഈശോ മാമോദീസ സ്വീകരിച്ച ഉടനെ വെള്ളത്തിൽ നിന്നും പൊങ്ങി. മാർക്കോസ് ഇങ്ങനെയാ പറയുന്നത്, അവൻ വെള്ളത്തിൽ നിന്നും പൊങ്ങിയ ഉടനെ ആകാശം പിളരുന്നതും പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങുന്നതും അവൻ കണ്ടു. വെള്ളത്തിൽ നിന്ന് പൊങ്ങിയ ഉടനെ ആണെങ്കിൽ അവൻ കരയിൽ കയറിയില്ല, വെള്ളത്തിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് പ്രാപരൂപത്തിൽ അവന്റെ മേൽ വസിച്ചു. ദൈവാത്മാവിൽ അവൻ നിറയപ്പെട്ടു
എന്നതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. അത് കരയിൽ കയറിയിട്ടായാലും വെള്ളത്തിൽ നിൽക്കുമ്പോഴായാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകയില്ല. 24-ാമത്തെ ചോദ്യം. യോഹന്നാനിൽ നിന്നും സ്നാനമേറ്റവർ വീണ്ടും എന്തിനാണ് അപ്പോസ്തലന്മാരിൽ നിന്നും സ്നാനം ഏറ്റത്? യോഹന്നാനിൽ നിന്നും സ്നാനമേറ്റ എല്ലാവരെയും വീണ്ടും അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിയതായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. ഒരു ചരിത്രമുള്ളത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. ദൈവത്തിന്റെ ദാസനായ പൗലോസ് എഫെസസ് പട്ടണത്തിൽ സുവിശേഷ പര്യടനത്തോടുള്ള ബന്ധത്തിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ചവൻ ചില ശിഷ്യന്മാരെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന്. അവർ കൊടുത്ത മറുപടി, ഞങ്ങൾ പരിശുദ്ധാത്മാവുണ്ടെന്ന് പോലും കേട്ടിട്ടില്ല എന്ന്. അങ്ങനെ അവർ മറുപടി പറയുമ്പോൾ അവർ യോഹന്നാന്റെ പ്രസംഗം, സന്ദേശം വ്യക്തമായി മനസ്സിലാക്കിയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അവർ പരിശുദ്ധാത്മാവിനെ ആത്മാവുണ്ടെന്ന് പോലും കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ നാം എങ്ങനെ ഗ്രഹിക്കണം? അതാണ് വിഷയം. അവർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടില്ല എങ്കിൽ പഴയ നിയമ പുസ്തകങ്ങളെ കുറിച്ച് അവർക്ക് യാതൊരു ഗ്രാഹ്യവുമില്ലെന്ന് നാം പറയേണ്ടി വരും. അങ്ങനെ പറയുവാൻ സാധ്യമല്ല. യഹൂദന്മാർ ചിതറിപ്പാർത്തിരുന്ന മിക്ക പട്ടണങ്ങളിലും സിനഗോഗുകൾ ഉണ്ടായിരുന്നു. അവിടെ അവർ കടന്നു വരികയും തിരുവെഴുത്തുകൾ വായിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാം ഗ്രഹിച്ചിരുന്നില്ലെങ്കിൽ പോലും ഭാരതത്തിലും വിവിധ സ്ഥലങ്ങളിൽ അവരുടെ സിനഗോഗുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ യോഹന്നാൻ തന്റെ പ്രസംഗത്തിലും പരിശുദ്ധാത്മാവ് കൊണ്ട് കർത്താവ് സ്നാനപ്പെടുത്തുമെന്ന് പരാമർശിച്ചിരുന്നു. അതുകൊണ്ട് യോഹന്നാന്റെ പ്രസംഗം സന്ദേശം കേട്ടവരും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ട് കാണും. എന്നാൽ ഇവർ ചോദിക്കുന്നത്, പരിശുദ്ധാത്മാവ് യോഹന്നാൻ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുമെന്ന് പറയുന്ന പരിശുദ്ധാത്മ സ്നാനം നൽകപ്പെട്ടുവോ എന്ന് ഞങ്ങൾ കേട്ടുപോലുമില്ല എന്നാണ് അവർ അർത്ഥമാക്കുന്നത്. അങ്ങനെ അവർ മറുപടി പറയുന്നത് കൊണ്ടാണ് പൗലോസ് അവരുടെ മേൽ അവരെ വീണ്ടും സ്നാനപ്പെടുത്തുകയും അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിൽ നിറയുകയും ചെയ്തു. ഇതാണ് അവിടെ സംഭവിച്ച ചരിത്രം. അപ്പോസ്തലന്മാർ യോഹന്നാനാൽ സ്നാനമേറ്റ എല്ലാവരെയും വീണ്ടും സ്നാനപ്പെടുത്തിയിരുന്നില്ല എന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. അടുത്ത ചോദ്യം, 25-ാമത്തെ ചോദ്യം. യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ അഗ്നിയിലുള്ള സ്നാനം എപ്പോഴാണ് നടക്കുന്നത്? യോഹന്നാൻ സംസാരിക്കുന്നത് അവന്റെ പ്രസംഗം കേട്ട് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടവരോടും അവന്റെ പ്രസംഗം കേട്ട് വിശ്വസിക്കാതെ ദൈവത്തിന്റെ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞവരോടുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പൊതു സമൂഹത്തോടാണ് അവൻ സംസാരിക്കുന്നത്. ഈ രണ്ട് കൂട്ടർക്കും കർത്താവിനാൽ ഒരു സ്നാനം ലഭിക്കുമെന്ന് യോഹന്നാൻ അവരോട് പറയുന്നു. ഒരു കൂട്ടരെ ആത്മാവിൽ അവൻ സ്നാനപ്പെടുത്തുമ്പോൾ മറ്റൊരു കൂട്ടരെ അവൻ അഗ്നിയിൽ സ്നാനപ്പെടുത്തും. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം ആത്മാവിലുള്ള സ്നാനം വാഗ്ദാനം ചെയ്തു. അതാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ പിതാവിന്റെ വാഗ്ദത്വത്തിനായി കാത്തിരിപ്പീന്ന്. അപ്പൊ പിതാവായ ദൈവത്തിന്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം. അതിനായി അപ്പോസ്തലന്മാരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും യേശുക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹണ ശേഷം യെരൂശലേമിൽ കാത്തിരുന്ന ചരിത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് വായിക്കുവാനായി കഴിയും. അങ്ങനെ അവർ പെന്തക്കോസ്ത് ദിനത്തിൽ ആത്മ സ്നാനം പ്രാപിച്ച് ആത്മാവിൽ നിറയുകയും ചെയ്തു. മറ്റൊരു കൂട്ടരാണ് ദൈവത്തിൽ വിശ്വസിക്കാതെ അവന്റെ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞവർ. അവർക്കാണ് അഗ്നിയിലുള്ള സ്നാനം കർത്താവ് നൽകുന്നത്. ഇനിയും ബാപ്റ്റിസം ബൈ ഫയർ, അഗ്നിയിലുള്ള സ്നാനം എന്ന് പറയുന്നത് ഒരു ഭാഷാ പ്രയോഗം കൂടെയാണ്. ആ ഭാഷാ പ്രയോഗത്തിന്റെ അർത്ഥം ഇതാണ്, അതിന്റെ ഉപയോഗം ഇതാണ്. ഒരു പടയാളി പുരാതന കാലത്ത് യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ചിട്ടിരുന്ന
തീയമ്പുകൾക്കുടെ നടുവിൽ അകപ്പെടുന്നതിനെയാണ് അവൻ അഗ്നിയിൽ സ്നാനപ്പെട്ടു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അഗ്നി അവന്റെ ചുറ്റും, അഗ്നിയാൽ വലയം ചെയ്യപ്പെട്ടവൻ, അഗ്നി അമ്പുകളാൽ വലയം ചെയ്യപ്പെടുന്ന അവസ്ഥയ്ക്കാണ് അഗ്നിയാലുള്ള സ്നാനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വരുവാനുള്ള ലോകത്തിൽ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്ക് ശേഷം സകല ദുഷ്ടന്മാരും ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ പതിച്ച് ദൈവക്രോധത്തിൽ അവർ വലയം ചെയ്യപ്പെടും. അതാണ് അഗ്നിയാലുള്ള സ്നാനം. അത് വരുവാനുള്ള ലോകത്തിലാണ് അവർക്ക് ലഭിക്കുന്നത്. ചില പറയുന്നത് പരിശുദ്ധാത്മാവിനെ യോഹന്നാൻ അഗ്നി എന്ന പര്യായം കൊടുത്തു എന്ന്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ പെന്തക്കോസ്ത് ദിനത്തിൽ അപ്പോസ്തലന്മാരും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും സ്നാനപ്പെട്ടപ്പോൾ അഗ്നിയിലുള്ള സ്നാനവും അവിടെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ഞാൻ കരുതുന്നത് പെന്തക്കോസ്ത് പരിശുദ്ധാത്മാവിന്റെ പര്യായമായിട്ടല്ല യോഹന്നാൻ അവിടെ അഗ്നിയെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വരുവാനുള്ള ന്യായവിധിയെ കുറിച്ചാണെന്നാണ് മനസ്സിലാക്കുന്നത്. ദൈവമായ കർത്താവ് ഈ മറുപടികൾ കൊണ്ട് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. വൈദികൻ തന്റെ വീഡിയോ ആരംഭിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം, ഇങ്ങനെ ഒരു വാചകം പറയുന്നുണ്ട്. വളരെ ലളിതമായ ഉത്തരം. അവരുടെ പുരോഹിതന്മാർക്കും എത്രമാർക്കും അറിയാം എന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. വളരെ ലളിതമായ വിഷയം ആണെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലും നിങ്ങളുടെ വിശ്വാസികളിൽ പലർക്കും ഇതറിയാത്തത് കൊണ്ടാണ് അവർ ഇതര സഭകളിലേക്ക് വാങ്ങിപ്പോകുന്നതെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അത് തടയാനാണ് നിങ്ങൾ ആ വീഡിയോ ഇറക്കിയതും എന്ന് മനസ്സിലാക്കുവാനായി കഴിയും. ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്, വളരെ ലളിതമായ വിഷയം എന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുമ്പോഴും അത് നിങ്ങളുടെ വിശ്വാസികളെ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്നൊരു സത്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി രണ്ടാമത് നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. പ്രോട്ടസ്റ്റന്റ് സഭകൾ സ്നാനത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നു. തീർച്ചയായും ഉണ്ട്. പ്രോട്ടസ്റ്റന്റ് സഭയിലെ എല്ലാവരും എന്ന് ഞങ്ങൾ പറയുന്നില്ല. പ്രോട്ടസ്റ്റന്റ് സഭയിലെ നവീകരണ സഭകൾ ഇപ്പോഴും ശിശുസ്നാനമാണ് അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രോട്ടസ്റ്റന്റുകാരും വിശ്വാസ സ്നാനം കൊടുക്കുന്നു എന്ന് അർത്ഥമില്ല. വിശ്വാസ സ്നാനം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപദേശമാകയാൽ അത് വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കാനും കഴിയും. അവ്യക്തമായ ഉപദേശത്തിനാണ് നാം തെളിയിക്കുവാനായി യുക്തിരഹിതവും ന്യായവുമല്ലാത്ത വസ്തുതകൾ കൂട്ടുപിടിക്കേണ്ടതായി വരുന്നത്. എന്നാൽ തിരുവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു ഉപദേശമാണ് വിശ്വാസ സ്നാനം. ആ വിശ്വാസ സ്നാനത്തിലേക്ക് നിങ്ങൾ നേതൃത്വം നിങ്ങളുടെ കൈക്കീഴിലായിരിക്കുന്ന വിശ്വാസികളും സത്യം മനസ്സിലാക്കി മടങ്ങി അതിലേക്ക് അത് വിശ്വസിക്കുവാനും അതിൻ്റെ വക്താക്കളായി തീരുവാനും ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം കേൾക്കുന്ന എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.